എൻ്റെ പേര് ദീപിക. ഇതെൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ആദ്യം തന്നെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി പറയുവാണ്. കാര്യം എൻ്റെ ഹെഡ്സെറ്റ് ഭയങ്കര പൊട്ട ഹെഡ്സെറ്റാണ്. ഇതിൽ നിന്ന് അൺവാണ്ടഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് സോറി പറയുന്നു. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഡിസംബറായി. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം 2 വർഷം മുമ്പ് ഇത് തുടങ്ങുന്ന സമയമെന്ന് വെച്ചാൽ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടുകാർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് ഭയങ്കര ആവേശത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ചെറിയ വീഡിയോസ് ആണെങ്കിലും റെഗുലറായിട്ടൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ സ്ഥായിഭാവമായിട്ടുള്ള മടി കടന്നുകൂടി. എനിക്ക് പൊതുവെ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. അപ്പോൾ എനിക്കങ്ങനെ ആരുമില്ല, ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ കുറച്ച് ഏകദേശം ഒരു ചെറിയ ടൈപ്പ് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എപ്പോഴും ലോൺലിനെസ് ആയിട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലും അതണക്ക് ഇരുന്ന് പോയി. അപ്പം അതാണ് 2 വർഷമായിട്ടും ഞാനിങ്ങനെ തന്നെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ കണ്ടൻറ്റൊന്നും ഇല്ലാതെ ഈ ചെറിയ ചാനലിലും സബ്സ്ക്രൈബേഴ്സുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ച് അത് വളരെ ചെറിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയ സംഖ്യ തന്നെയാണ്. കാര്യം ഞാനാണെങ്കിൽ പോലും ഒരു കണ്ടൻറ്റോ റെഗുലറായിട്ട് അപ്ഡേഷനോ ഒന്നും ഇല്ലാത്തൊരു ചാനൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ വെച്ചേക്കത്തില്ല. അപ്പോൾ എന്നെ ഇത്രയും പേര് ക്ഷമയോടെ അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അർപ്പിച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോഴും അൺസബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏതെങ്കിലും മൂലയിൽ കിടന്നു പോയതായിരിക്കും. എന്തായാലും നിങ്ങളോടത്തൊക്കെ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ നല്ല വെൽവിഷേഴ്സായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങളൊന്നും അത് ചെയ്തിട്ടില്ല. പിന്നെ കമൻറ്റ് സെക്ഷനിൽ 1-2 പേരൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിലും കണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിക്കെങ്ങനെ തിരിച്ച് റിപ്ലൈ ചെയ്ത് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കോമൺ ആയിട്ടൊരു വീഡിയോയിലൂടെ താങ്ക്സ് പറയുന്നത്. എന്നെങ്കിലും അത്യാവശ്യം നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ഇടുന്ന നല്ലൊരു യൂട്യൂബർ ആവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. വളരെ സന്തോഷം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ.